ബാക്കിയുള്ളവർ ജോയിൻ ആയിക്കോട്ടെ കേട്ടോ. Just 1 second. ചേച്ചിയെ എനിക്ക് സിലബസ് അയച്ചെന്നാ ആദ്യം. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു വീക്കെൻഡ് എല്ലാവർക്കും? കൊള്ളായിരുന്നു മാം. കൊള്ളായിരുന്നു, അടിച്ചു കളിച്ച് അല്ലേ? സുവിറ്റി, മക്കൾക്ക് വയ്യൊക്കെ മാറിയോ? ഒച്ചവന്തിയല്ലോ മക്കളുടെ. ഓക്കെ, എല്ലാരും ആയില്ലേ? ഇനി ആരെങ്കിലും പെൻഡിങ് ഉണ്ടോ വരാൻ? സുവിറ്റി കേൾക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. എന്റെ ലാപ്ടോപ്പ് എന്തോ കുഴപ്പമൊന്നു തോന്നുന്നു. അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ, സോ ഒരാളുടെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യോടാ. ഞാൻ റെക്കോർഡിങ്സ് എനിക്ക് അയക്കാൻ ഇത് എല്ലാ ഡാറ്റയിലേക്ക് തീർന്നു പോകുന്നതിനോടാണ് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്ന ചാനൽ ആയതുകൊണ്ടേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം കൂടെ. അതുകൊണ്ടാണ് എനിക്ക് എന്റെ കുറച്ച് പെൻഡിങ് വരുന്നത് റെക്കോർഡിങ്സിന്. അതുപോലെ മാം നോട്ടും കൂടെ ഒന്ന് ഇന്ന് ഞാൻ മെയിലിൽ ഷെയർ ചെയ്യും നിങ്ങൾക്ക് നോട്ട്സ്. ലാസ്റ്റ് സെഷന്റെ എൻഡിൽ നിങ്ങളുടെ എല്ലാവരുടെയും മെയിൽ ഐ ഡി ചാറ്റിൽ ഇട്ടേക്കണേടാ. ഓക്കെ, ഒരാൾ ഷെയർ ചെയ്തു. അപ്പോൾ നമ്മള് കുറച്ചധികം ടോപ്പിക്സ് പറഞ്ഞു പോയി. ഇനി ഒറ്റൊരു ടോപ്പിക് കൂടി നമുക്ക് ബാക്കിയുള്ളൂ, ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്. ഓക്കെ, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എടുത്തല്ലേ നമ്മള്? ഇനി ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ഒറ്റൊരു ടോപ്പിക്കേ നമുക്ക് പെൻഡിങ് ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ GitHub ആയിരുന്നു കേട്ടോ. GitHub ചെയ്തു തുടങ്ങിയിരുന്നല്ലേ നമ്മള്? ഇല്ല, നമ്മളത് ജസ്റ്റ് പറഞ്ഞു പോയേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, എങ്കിൽ നമുക്ക് ആദ്യം GitHub ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഫയൽ ഹാൻഡ്ലിംഗ് എടുത്തതിന്റെ ശേഷം നമുക്ക് GitHubലേക്ക് പോവാം. ഫയൽ ഹാൻഡ്ലിംഗ് കുറച്ചേ ഉള്ളൂ എടുക്കാൻ. ഓക്കെ, സോ ഫയൽ ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാല് നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ പ്രോഗ്രാംസിലും നിങ്ങൾ എവിടെയെങ്കിലും ഈ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ടോ? മാം ഒരു സംശയം, അതിനകത്ത് റീഡ് റൈറ്റ് അപ്ഡേറ്റിംഗ് വരുന്നതല്ലേ അപ്പൻ മോഡും അതന്നെ അത് നമ്മൾ കഴിഞ്ഞായിരുന്നു എടുത്തായിരുന്നല്ലോ അല്ല. ഇനി ഗിറ്റ് മാത്രമേ പെൻഡിങ് ഉള്ളൂ അല്ലേ? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് അല്ലേ? ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഗിറ്റ് ഒന്നുകൂടെ പറയാം. എന്നാല് ഇവരില്ലായിരുന്നല്ലോ കുറച്ച് പേര്. ശരി. എടാ റെക്കോർഡിങ്സ് ഞാൻ അയച്ചു തരാം കേട്ടോ. ഇത് കിട്ടാത്തവർക്ക്. നമുക്ക് ഇനി ഒരു ടോപ്പിക് കൂടെ എടുക്കാനുള്ളത് ഗിറ്റ് ഹബ് ആണ്. സോ ഗിറ്റ് ഹബിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗിറ്റ് ഹബ് എന്ന് വെച്ചാൽ ഒരു റെപ്പോസിറ്ററി, എന്താ പറയുക, ഒരു പ്ലേസ് ഹോൾഡർ ആണ് എനിക്ക് വേണമെങ്കിൽ പറയാം. പ്ലേസ് ഹോൾഡർ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഈ ഞാൻ എഴുതുന്ന കോഡിനെ എല്ലാം കൂടി പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം. അതിനാണ് എന്ത് പറയുക? റെപ്പോസിറ്ററി എന്ന് പറയുക. സോ അങ്ങനത്തെ റെപ്പോസിറ്ററീസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ റെപ്പോസിറ്ററീസിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ് ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഡയാന ഉണ്ടായിരുന്ന സെഷനിൽ അജിത്ര ഇല്ലായിരുന്നു, പിന്നെ സുബിറ്റി ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആണോടാ? ഓക്കെ. അപ്പോ ഈ പറയുന്ന ഇതൊക്കെ നമ്മൾക്ക് ഈ ഗിറ്റ് ഹബിൽ നമ്മൾ കോമൺലി കേൾക്കാൻ പോകുന്ന കുറച്ച് ടേംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഗിറ്റ് പുഷ് എന്ന് പറയുന്ന ടേം. ഗിറ്റ് പുഷ് എന്ന് വെച്ചാൽ നമ്മളുടെ കോഡ്, കയ്യിലുള്ള ഒരു കോഡിനെ നമ്മൾ ഗിറ്റ് റെപ്പോസിറ്ററിയിലേക്ക് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക? ഗിറ്റ് പുഷ് എന്ന് പറയുന്നത്. ഗിറ്റ് പുൾ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. റെപ്പോസിറ്ററിയിൽ നിന്ന് കോഡിനെ നമ്മളുടെ വർക്ക് സ്പേസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പൈച്ചാമിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് പുൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പുഷും പുള്ളും തമ്മിലുള്ള ഡിഫറൻസ്? മാം പുഷ് എന്താണെന്ന് ഒന്നുകൂടെ പറയൂ. പുഷ് എന്ന് വെച്ചാൽ നമ്മളുടെ പൈച്ചാമിലുള്ള ഒരു കോഡിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മള് വർക്ക് സ്പേസിലുള്ള കോഡിനെ പിടിച്ച് നമ്മൾ റെപ്പോസിറ്ററിയിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്, ഗിറ്റിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതിനാണ് പുഷ് എന്ന് പറയുന്നത്. ഗിറ്റിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതിനെ പുൾ എന്ന് പറയും. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അതുപോലെ തന്നെ വരുന്നൊരു ടേം ആണ് റീബേസ്. റീബേസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഗിറ്റ് ഹബിൽ എത്ര ബ്രാഞ്ചസ് തന്നെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അജിത്ര, ഡയാന, സുബിറ്റി 3 പേരും എൻ്റെ കൂടെ ഒരേ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കൂ. നമുക്ക് 4 പേർക്കും ചെയ്യാനുള്ള കോഡ് അവസാനം പോവേണ്ടത് ഒറ്റൊരു പ്രൊഡക്റ്റിലേക്കാണ്. സിനാരിയോ ക്ലിയർ ആണോ? ഞങ്ങൾ 4 പേരും വർക്ക് ചെയ്യുന്ന കോഡ് പോവേണ്ടത് ഒരേ പ്ലേസിലേക്കാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന കോഡ് ഒരിക്കലും ഡയാനയോ സുബിറ്റിയോ അല്ലെങ്കിൽ അജിത്രയോ എഫക്ട് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അജിത്ര ചെയ്യുന്ന കോഡ് ബാക്കി 3 പേരെ എഫക്ട് ചെയ്യാൻ പാടില്ല, അല്ലേ? ലെറ്റ്സ് സേ നമ്മൾ ഓരോരുത്തരും ഓരോ റിലീസിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിച്ചോളൂ. അതായത് അജിത്ര വർക്ക് ചെയ്യുന്ന കോഡ് റിലീസ് ചെയ്യുന്നത് ജാനുവരിയിലാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന കോഡ് റിലീസ് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്, ഡയാന വർക്ക് ചെയ്യുന്നത് മാർച്ചിൽ, സുബിറ്റി വർക്ക് ചെയ്യുന്നത് ഏപ്രിലിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഫെബ്രുവരിയിലേക്ക് റിലീസ് ചെയ്യാൻ വെച്ചിട്ടുള്ള കോഡ് ഒരിക്കലും എൻ്റെ ജനുവരിയിലുള്ള കോഡിനെ എഫക്ട് ചെയ്യാൻ പാടില്ല, അല്ലേ? എന്നെ എഫക്ട് ചെയ്യാൻ പാടില്ലല്ലോ. കാരണം എന്താ? ഞാൻ റിലീസ് എൻ്റെ കോഡിന് അടുത്ത മാസമേ പോകത്തുള്ളൂ. പ്രൊജക്റ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന അടുത്ത മാസമാണ്. ആ അടുത്ത മാസം വരെ എൻ്റെ കോഡ് ഇവർക്ക് ആർക്കും അറിയേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഞാൻ ചെയ്ത കോഡിനെ ഞാൻ ഒരു കോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരിക്കലും ഡയാനയുടെയോ സുബിറ്റിയുടെയോ കോഡ് അതിലേക്ക് വരാൻ പാടില്ല, അല്ലേ? കാരണം എന്താ? ഈ 4 ബ്രാഞ്ചസും സെപ്പറേറ്റ് 4 റിലീസസ് ആണ്. 4 തവണകളായിട്ട് പോകേണ്ട കോഡാണ്. മനസ്സിലായോ?
മനസ്സിലായോടാ ഞാൻ പറഞ്ഞ പോയിന്റ്? കേക്കുന്നില്ലേ ഞാൻ പറയുന്നേ? എനിക്ക് കേക്കാം, അവർക്ക് അറിയില്ല. ക്ലിയർ ആണോടാ? ഞാനിപ്പോ ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഓ മാം. ഓക്കെ. അപ്പോ നമ്മൾക്ക് ലെറ്റ്സ് സേ അപ്പൊ നമ്മൾക്ക് ഇതിനൊരു സൊല്യൂഷൻ കാണണ്ടേ? അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് നമ്മുടെ 4 പേർക്കും വേണ്ടി 4 ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? നമ്മൾ 4 പേർക്കും വേണ്ടിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നിട്ട് 4 ബ്രാഞ്ച് അങ്ങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഫെബ്രുവരി എന്നുള്ള ബ്രാഞ്ചിൽ മാത്രമാണ്. എന്നെ ജനുവരിയിലെ കോഡ് എഫക്ട് ഇപ്പൊ കറന്റ്ലി എന്റെ ജനുവരിയിലെ കോഡ് എഫക്ട് ചെയ്യില്ല, മാർച്ചിലെ കോഡ് എന്നെ എഫക്ട് ചെയ്യില്ല. പക്ഷേ ജനുവരി എൻഡായി, ഇനി ഫെബ്രുവരിയിൽ എന്റെ കോഡ് പോകുന്നതിന്റെ കൂടെ കഴിഞ്ഞ തവണ അജിത്ര ചെയ്തു വെച്ച കോഡും കൂടെ പോകണം, വേണ്ടേ? എന്നാൽ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാൾ ചെയ്തു വെച്ച കോഡിനെ റിമൂവ് ചെയ്ത് എന്റെ കോഡ് മാത്രമല്ല പോവുക, അല്ലേ? സോ ആ ഒരു പ്രോസസ്സിന്, അതായത് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് എന്റെ ഒരു ബ്രാഞ്ചിലുള്ള കോഡിനെ മുഴുവൻ അടുത്തൊരു ബ്രാഞ്ചിലേക്ക് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? റീബേസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത്. 3 ടേംസ് ആണ് ഇപ്പൊ പറഞ്ഞത്: പുള്ള്, പുഷ്, അതുപോലെ തന്നെ റീബേസ്. ഈ 3 ടേംസിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? സുബിറ്റി, ഡയാന, അജിത്ര, റിൻറ്റു. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ അല്ലേടാ ഞാനിപ്പോ പറഞ്ഞ ടേംസ്? ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല മാം. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് അജിത്ര അതുപോലെ സുബിറ്റി, നിങ്ങൾക്ക് ഗിറ്റ്ഹബിൽ അക്കൗണ്ട് ഇല്ലല്ലോ? അപ്പോ മാം കേട്ടില്ല. ഗിറ്റ്ഹബിൽ അക്കൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഇൻസ്റ്റയിലോ? ഇൻസ്റ്റ അല്ല, ഗിറ്റ്ഹബ്. ഇല്ല ഇല്ല ഇല്ല. ഇല്ല. നിങ്ങളുടെ ഇൻസ്റ്റ അക്കൗണ്ട് അല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് അതിലും ഇല്ല. അത് ഡയാന പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ സമയത്തൊക്കെ ഇൻസ്റ്റ ഇല്ലാത്ത കുട്ടികളുണ്ടോ? എനിക്ക് വാട്സാപ്പ് ഉണ്ട്, IMO ഉണ്ട്. IMO എന്റെ അച്ഛന് വിളിക്കാനും, വാട്സാപ്പ് ഹസ്ബൻഡിനും. ഓ, അച്ഛൻ എവിടെയാ? ഗൾഫിലാ? അച്ഛൻ സൗദിയിലാണ്. സൗദിയിലാ? എനിക്ക് തോന്നി IMO എന്ന് എനിക്ക് തോന്നി. ഓ, ചുരുക്കി പറഞ്ഞ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന എന്താ സോഷ്യൽ മീഡിയ ആയിട്ട് വലിയ ബന്ധമില്ലാത്തൊരു പെൺകുട്ടി അല്ലേ? വലിയ ബന്ധം ഇല്ല. അല്ല, ഞാൻ കേട്ടോ വലിയ ബന്ധമൊന്നുമില്ല സത്യം. അല്ല, ഞാൻ വിചാരിച്ചു ഇനി ഭാവിയിൽ എന്റെ കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ എടുക്കേണ്ടി വരുമെന്ന്. നോക്കിയപ്പോ ഹസ്ബൻഡിന് വാട്സാപ്പ് കോൾ ചെയ്യുന്ന പറ്റും. ഹസ്ബൻഡ് എവിടെയാ? കാനഡയില്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ഓ, സോ അപ്പൊ ഒരു കാര്യം ചെയ്തേ, ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോ. ഡയാനയും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തല്ലായിരുന്നോ കഴിഞ്ഞ ദിവസം?
സുബിത്തിയും അജിത്രയും സ്ക്രീൻ ഷെയർ ചെയ്തേ, രണ്ടുപേരും ഷെയർ ചെയ്തോ. ശിഖ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോളൂ. മാം ഇത് കട്ട് ചെയ്യട്ടാ, ഞാൻ ഫോണിലാണ് കണക്ട് ചെയ്തത്. എനിക്ക് ലാപ്പ് എന്തോ ഓഡിയബിളിന്റെ ഓക്കെ, കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യോ, ഞാൻ പറയുന്ന സ്റ്റെപ്സ് ചെയ്തു പോവോ സുബിത്തി ശരി. ആ ലാപ്പില്. ഓക്കെ ഓക്കെ എന്നിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ലാപ്പിന്ന് കൂടെ ഒന്ന് കണക്ട് ചെയ്യാമോ? ഓക്കെ. ശരി മാം. ക്രോമിൽ വന്നിട്ട് സെർച്ച് ചെയ്തേടാ ഗിറ്റ് ഹബ് ലോഗിൻ. ഗിറ്റ് ഹബ് സ്പെല്ലിങ് GITHUB. മാം എന്റെ സ്ക്രീൻ കാണാവോ? കാണാടാ, കാണാം. ക്രോമിൽ വന്ന് സെർച്ച് ചെയ്യണേടാ. ആ മാം ഒരു മിനിറ്റ്. ക്രോമിൽ വന്ന് സെർച്ച് ചെയ്തോ. എന്തോന്ന്? github.com GITHUB. ഈ ലോഗിൻ കൊടുത്താൽ മതിയോ? മതി ഗിറ്റ്ഹബ് ലോഗിൻ അത് കൊടുത്താൽ മതി. സൈൻ ഇൻ ടു ഗിറ്റ്ഹബ് കൊടുത്തേ. യൂസർ നെയിം ഓർ അഡ്രസ് കൊടുത്തോ. യൂസർ നെയിം കൊടുത്തോടാ. യൂസർ നെയിം കൊടുക്കണോ മെയിൽ അഡ്രസ് കൊടുക്കണോ? കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ താഴെ ഒരു ഓപ്ഷൻ കണ്ടോ? മെയിൽ ഐ ഡി വെച്ച് കൊടുത്തേടാ. സൈൻ ഇൻ ചെയ്തേ അവിടെ. കണ്ടിന്യൂ. ഓക്കെ, അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും പേര് കൊടുത്ത് അജിത്ര അശോക് ഹൈഫൺ എന്നിട്ട് വേറെ എന്തെങ്കിലും പേര് കൊടുത്ത ഷിപ്പ് ഇറ്റ് ഒന്നും വേണ്ട. സ്പേസ് ആണോ ഇതിന്റെ കൂടെ ചേർന്ന് പോണോ മാം? എന്ത് വേണമെങ്കിൽ കൊടുക്കാം, സ്പേസ് വെച്ച് അങ്ങനെയും കൊടുക്കാം, അല്ല അണ്ടർസ്കോറോ ഹൈഫൺ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. എന്തെങ്കിലും പേര് കൊടുത്തോ. ഓക്കെ മതി. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തോ. സുബിറ്റി അക്കൗണ്ട് വെരിഫൈ ആവുന്നുണ്ടോ? ഓക്കെ, സുബിറ്റിയുടെ ഇവിടം വരെ എത്തിയോ നോക്കട്ടെ കേട്ടോ. സുബിറ്റിയുടെ ഇവിടം വരെ എത്തിയായിരുന്നോടാ സുബിറ്റി? മാം കണ്ടിന്യൂ കൊടുത്തിട്ട് പിന്നെ എൻ്റർ യുവർ പിൻ വന്നു. നിന്റെ പിൻ നമ്പർ അടിച്ചു കൊടുത്തേ. സുബിറ്റി ലാപ്ടോപ്പിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാമോടാ? ഫോണിൽ അവിടെ നിന്നോട്ടെ, സ്റ്റേ ചെയ്തോട്ടെ. അത് മാത്രമായിട്ടല്ല, ലാപ്ടോപ്പിൽ കൂടെ ജോയിൻ ചെയ്യാമോ? ഓക്കെ. മാം ഞാൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ? ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോ. റൈറ്റ് മാം.
ഹലോ ഹലോ ഹായ് സുബിറ്റി, ഹലോ കേക്കാമടാ? കേക്കുന്നില്ലേ? എടി അത് ഇതില് ഹലോ മാം, എനിക്കൊന്നും കേൾക്കുന്നില്ല മാം. മൊബൈലിലും ലാപ്ടോപ്പിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എങ്കിൽ അജിത്ര കണ്ടിന്യൂ ചെയ്ത് ഷെയറിങ്. സുബിറ്റി ഫോൺ ത്രൂ തന്നെ കേട്ടോളൂ കേട്ടോ എന്നാല്. ഓക്കെ മാം. ഓക്കെ, ക്രിയേറ്റ് ആയോടെ അക്കൗണ്ട്? എനിക്ക് നെറ്റ് സ്ലോ എന്ന് തോന്നുന്നു. ട്രൈ അഗൈൻ ആണ് വന്നോണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കണക്ട് ചെയ്യാടാ സുബിറ്റി. ഓക്കെ മാം. അപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നോക്കൂ കേട്ടോ. ശരി. ഓക്കെ, അതിപ്പോ ഇപ്പൊ ഇൻ കേസ് നിനക്ക് ഇവിടെ കവർ ആയില്ലെങ്കിലും ഇത് കഴിഞ്ഞ് നീ പ്ലെയർ ആയിട്ടില്ലെങ്കിൽ സെലീന എടുക്കത്തില്ലേ, അന്നേരം അവിടെ കവർ ആവുന്നുണ്ട് കേട്ടോ ഗിറ്റ് ഹബ്. ശരി ശരി. റെക്കോർഡ് വെച്ച് തന്നാ പിന്നെ അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തോളാം. ഓക്കെ, ഫൈൻ ഫൈൻ. ട്രൈ ചെയ്തിട്ട് ഇപ്പൊ ട്രൈ ചെയ്ത് നോക്ക്, കിട്ടില്ലേ നമുക്ക് നോക്കാം കേട്ടോ. ശരി. ഓക്കെ ഫൈൻ. അജിത്ര, ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളവര് മത്ലബ് റിൻറ്റു, ഡയാന ആൻഡ് ആരാണ്ട് തന്നെ അൻഷിക, നിങ്ങൾ 3 പേരും അക്കൗണ്ട് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തായിരുന്നോ അല്ലേ? ചെയ്തായിരുന്നു മാം. ചെയ്തായിരുന്നു. ഓക്കെ, എങ്കിൽ അജിത്ര ഓപ്പൺ ചെയ്തേ ഗിറ്റ് ഹബ് ഓപ്പൺ ചെയ്തേടാ. github.com ലോഗിൻ മുകളിൽ സെർച്ച് ചെയ്തേ github.com ലോഗിൻ. സൈൻ ലോഗിൻ. എക്സ്പ്ലോറിന്റെ അവിടെ ക്ലിക്ക് ചെയ്തേടാ. എക്സ്പ്ലോറിന്റെ അവിടെ 3 ഡോട്ട് കണ്ടോ? 3 വര. എക്സ്പ്ലോറിന്റെ അവിടെ പുറത്ത് പോയിക്കേ. അജിത്ര ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോടാ, ഇടത്തെ സൈഡ് എൻഡിലേക്ക് പോ. ഒരു 3 വര കണ്ടോ അവിടെ? ഇടത്തെ സൈഡ് ആയിട്ട് എൻഡിലേക്ക് പോ. മുകളില് എക്സ്പ്ലോർ എന്നൊക്കെ എഴുതിയിട്ടില്ല അവിടെ. എക്സ്പ്ലോർ എന്നൊക്കെ എഴുതിയിരിക്കുന്ന അവിടെ ഒരു 3 വര. എക്സ്പ്ലോർ. എക്സ്പ്ലോർ അത് അവിടെ മുകളിലടാ. അത് റെപ്പോസിറ്ററീസ് ക്ലിക്ക് ചെയ്തേ.
റെപ്പോസിറ്ററി കൊടുക്കുക. ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യും, ബേസിക് പൈത്തൺ എന്ന് പറഞ്ഞിട്ട്. താഴെ വരൂ. കുറച്ചുകൂടി താഴേക്ക് വരും. അവിടെ റീഡ്മി എന്നൊരു ഓപ്ഷൻ കാണാം. ഒന്ന് ഓഫ്, അതിൽ ഓഫ് ആയിരിക്കും, ഒന്ന് ഓൺ ആക്കി കൊടുക്കുക കേട്ടോ. താഴേക്ക് വന്നേ കുറച്ചുകൂടെ ചിത്രേ. ഓൺ. ക്രിയേറ്റ് റെപ്പോസിറ്ററി. ഇനി അപ്പുറത്ത് തൊട്ടടുത്ത ടാബിൽ സെലക്ട് സെർച്ച് ചെയ്യട ഗിറ്റ് ഡൗൺലോഡ്. ഗിറ്റ് ഡൗൺലോഡ് നമ്മൾ ചെയ്തല്ലേ ശിഖ? ഇല്ല മാം. ഇല്ലെന്ന് തോന്നുന്നു. ചെയ്തോ? ഒരുമിച്ച് ചെയ്ത് തുടങ്ങിക്കോ. ഗിറ്റ് ഡൗൺലോഡ് തൊട്ട് ചെയ്ത് തുടങ്ങിക്കോ. Okay. പുതിയൊരു വിൻഡോ എടുക്കുക, അവിടെ ഗിറ്റ് ഡൗൺലോഡ് സെർച്ച് ചെയ്യാം കേട്ടോ. വേറൊരു ഇതാണോ മാം? ടാബിൽ ഓപ്പൺ ചെയ്തോ. ഗിറ്റ് ഡൗൺലോഡോ? അതിനകത്ത് എടുക്കടാ. ലെവൽ ഗിറ്റ് ഇൻസ്റ്റാൾ ഫോർ വിൻഡോസ്. ശിഖയുടെയില് ഗിറ്റിലേക്ക് പോവുക കേട്ടോ. Git install. ഗിറ്റ് ഇൻസ്റ്റാളില് മാക് OS ഓപ്ഷൻ കാണാം ശിഖയ്ക്ക്. അതൊന്ന് വേണം ഡൗൺലോഡ് ചെയ്യാൻ. ബാക്കിയുള്ളവർ വിൻഡോസ് തന്നെ എടുക്കുക. ഗിറ്റ് ഫോർ വിൻഡോസ് H4 സെറ്റപ്പ്. ആദ്യം വരുന്ന ഓപ്ഷൻ ആണോ? ആദ്യം വരുന്ന ഓപ്ഷൻ. അതിൽ ഫസ്റ്റ് വരുന്ന ഏതാണ്? ഗിറ്റ് ഫോർ വിൻഡോസ് H4 X64 സ്റ്റെപ്പ്. ഒന്ന് ക്ലിക്ക് ചെയ്തടാ. ഗിറ്റ് ഫോർ വിൻഡോസ് X64 സെറ്റപ്പ്. ഡൗൺലോഡ് ആവട്ടെ. ഇനി ശിഖ ഷെയർ ചെയ്ത സ്ക്രീന് സ്റ്റോപ്പ് ചെയ്ത് തന്നെ ഡൗൺലോഡ് ആവട്ടെ കേട്ടോ. അപ്പോഴേക്ക് ശിഖയുടെ മാക്കാണ്, ആപ്പിളിന്റെ ആണ്. അപ്പൊ അതുകൊണ്ട് അവളുടെ വേറെ സെറ്റിംഗ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവളോട് ഷെയർ ചെയ്യാൻ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട്. ഷെയർ ചെയ്തേടെ സ്ക്രീന് ശിഖ. ഒരു സെക്കൻഡ് ദൈവം. ഞാൻ മാക്കോയ്സ് എടുത്തപ്പോ ഇതാ വരുന്ന മാം. ഇൻസ്റ്റാൾ ഹോംബ്രൂ. ഹോംബ്രൂ ഉണ്ടോ ഓൾറെഡി? അതെനിക്ക് അറിഞ്ഞൂടെ ഉണ്ടോ, എനിക്കുണ്ടോ ഇല്ലയോ. ജസ്റ്റ് 1 സെക്കൻഡ് കേട്ടോ. ശിഖയ്ക്ക് ഞാൻ പറഞ്ഞുതരാം. മാം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, 1 സെക്കൻഡ് ഏടാ. ഇവളുടെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാമേ. ഇവിടെ താഴേക്ക് വന്നേ ശിഖ. ഇത്രേ ഉള്ളു മാം, ഞാൻ നോക്കിയിരുന്നു. ഓക്കെ, ഡോട്ട് pkg ഫയൽ ഏതെങ്കിലും വരുന്നുണ്ടോടാ? ഇവിടെ ഞാന് ഒന്നും കാണുന്നില്ല. കാണുന്നില്ല.
ആകെപ്പാടെ ഒരു ഹോം ബ്രൂ if you don't already have it. നമുക്ക് ഹോം ബ്രൂ വെച്ച് ചെയ്യാം എന്നാല്. അതെന്താ മാം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹോം ബ്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് ബിൽറ്റ് ഇൻ ആയിട്ട് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ. നമുക്ക് അങ്ങനെ റൺ ചെയ്യാം. ഓക്കെ. അപ്പം ടെർമിനൽ ഓപ്പൺ ചെയ്തേടാ. എന്തോ ആവേ? ഓഹോ സോറി. സാരല്ല, കുട്ടിയുടെ വരുന്ന പോലെ പറഞ്ഞു. കുഴപ്പമില്ല. ടെർമിനൽ എടുക്കടാ. എന്തോ മാം? ടെർമിനൽ. ടെർമിനൽ. ഓക്കെ. അയ്യോ. ഓക്കെ, ടെർമിനലിൽ ടൈപ്പ് ചെയ്യൂ ബ്രിയൂ സ്പേസ് ഹൈഫൻ വേർഷൻ. ഹൈഫൻ അണ്ടർസ്കോർ ആണോ? അല്ല, വേർഷൻ. വേർഷൻ ഉണ്ടെന്ന് വേർഷൻ തോന്നുന്നു. ഉണ്ട്. ഓക്കെ, പ്രശ്നമില്ല. 2.5. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തോടെ ബ്രിയൂ സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് എക്സിക്യൂട്ട് ആവട്ടെ കേട്ടോ. ഇതെന്താ ഇത്ര നേരം എടുക്കുന്നത്? റണ്ണിങ് അല്ലേ? റണ്ണിങ് ആയിക്കോട്ടെ, കുറച്ച് ടൈം എടുക്കും. ഇൻസ്റ്റാൾ ആവട്ടെ. ഞാൻ എന്താ വരുന്നേ? 2 minutes. Xcode ഇൻസ്റ്റാൾ ചെയ്താടാ? മാം ഗിറ്റിന്റെ പുതിയ വേർഷൻ എങ്ങാനും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണോ? അതാണോ ഈ പറയുന്നത്? അല്ലല്ല, അതില് കമാൻഡ് ലൈൻ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ. ഇൻസ്റ്റാൾ സ്പേസ് ഹൈഫൻ ഇൻസ്റ്റാൾ. Xcode install. മുകളിലെ കമാൻഡ് നോക്കടാ. Xcode ഹൈഫൻ സെലക്ട്. ഇതോ? ഇൻസ്റ്റാൾ ദ കമാൻഡ് ലൈൻ ടൂൾസ്. അതന്നെ. Okay. Yeah.
എനിക്ക് ഡെവലപ്പർ ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഇത് കാണിക്കുന്നത്? ഇൻസ്റ്റാൾ ആയല്ലോടാ. ഇൻസ്റ്റാൾ അല്ലാന്ന് പറയുന്നേ, ഞാൻ നോക്കട്ടെ. എനിക്ക് തോന്നുന്നു എന്റേത് ഗിറ്റ് നേരത്തെ ഉണ്ടായിരുന്നത് ഔട്ട്ഡേറ്റഡ് ആയി പോയി. സോ വേർഷൻ ചെക്ക് ചെയ്തേടാ. ഗിറ്റ് സ്പേസ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നല്ലോ. വേർഷൻ അവർ തന്നായിരുന്നല്ലോ, ഹോം ബ്രൂ 3.5.7. ഹോം ബ്രൂ അല്ലേ വേർഷൻ വന്നേ? ഓ, ഗിറ്റിന്റെ അല്ലേ? അപ്പം ഗിറ്റ് ഹൈഫൻ വേർഷൻ കൊടുക്കട്ടെ? കൊടുത്തോ. Git version 2.15.0. നിങ്ങളുടെ ഏതാ? ഓക്കെ, കേൾക്കാമോടാ? കേൾക്കാമോന്ന് ചോദിച്ചാൽ കേട്ടു, വേറൊന്നും ഞാൻ കേട്ടില്ല. ഓക്കെ, ഗിറ്റ് മാം കേൾക്കുന്നില്ല. ഇടയ്ക്ക് വെച്ച് ഇനി എന്റെ കുഴപ്പമാണോ? നിങ്ങൾക്കൊക്കെ കേൾക്കാവോ? കേൾക്കാം, പക്ഷെ മാം പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അല്ലടാ എന്റെ okay. നെറ്റ്വർക്കിന്റെ പ്രശ്നമാ. 1 സെക്കൻഡ്. ഓക്കെ. ഇല്ലടാ കേൾക്കാൻ പറ്റൂല. 1 സെക്കൻഡ്. കേൾക്കാമോടാ? പറഞ്ഞത് ഓക്കെ, ഗിറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, കുഴപ്പമില്ല. ഓക്കെ. സോ ഇനി എല്ലാരും പൈച്ചാമിലേക്ക് വന്നേ. സുബിത്തി നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാവേ. അപ്പം മാം എന്റെ ഇത് എന്താ ചെയ്യണ്ട? ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണോ? ഇവിടെ വെച്ച് ഗിറ്റിന്റെ ഇൻസ്റ്റലേഷൻ ചെയ്യണ്ട, ഓൾറെഡി ഗിറ്റ് ഉണ്ട്. ഓൾറൈറ്റ്, ഓക്കെ. ബട്ട് നമ്മള് ജസ്റ്റ് ബ്രൂ ഇൻസ്റ്റാൾ ചെയ്തല്ലേ ഉള്ളൂ, ഇൻസ്റ്റാൾ ചെയ്തോ? ബ്രൂ ഇൻസ്റ്റാൾഡ് ആയ ബ്രൂവില് മറ്റേ ജസ്റ്റ് നമ്മൾ കൊടുത്ത കമാൻഡ് ഇല്ലേ, ആ കമാൻഡിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു അതില് ഗിറ്റ്. ഫെയിലിയർ ആണ്, പക്ഷെ അതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നോണ്ട് കുഴപ്പമില്ല. ഓക്കെ. അപ്പം ഇത് കഴിഞ്ഞല്ലോ അല്ലേ? അത് കഴിഞ്ഞു. യെസ്, അത് ക്ലോസ് ചെയ്തോളൂ കേട്ടോ. ഇനി പൈച്ചാം എടുക്കൂ. എല്ലാരും പൈച്ചാം എടുക്കുക കേട്ടോ. പൈച്ചാമില് വന്ന് ടൈപ്പ് ചെയ്തോളൂ ഗിറ്റ് സ്പേസ് ഇനിറ്റ്. എവിടെ? ടെർമിനലിലാണ് ഇപ്പൊ കേഴ്സർ നിൽക്കുന്നത്.
ഓക്കെ. എല്ലാവർക്കും ഇവിടെ ടെർമിനലിൽ കേഴ്സർ എത്തിയോ? ഇതിനകത്ത് എനിക്ക് അതിന്റെ ഒരു എററാണല്ലോ മാം അടിക്കണേ. എററോ? അയ്യോ ഞാനത് എവിടെയാ ഉം, എറർ അടിക്കുന്നേ? ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ മാം. ഷെയർ ചെയ്തേ. എന്റേത് ക്ലോസ് ചെയ്യണോ മാം? വേണ്ട, ക്ലോസ് ചെയ്യണ്ട, കുഴപ്പമില്ല. ഇതുണ്ടോ ഓക്കെ. മാം? കാണാവോ? കാണാം. ഗിറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ്. ഓക്കെ. CMD-യിലേക്ക് വന്നേ. റിൻറ്റു എന്താ? CMD എടുത്തേ. അപ്പം ഗിറ്റ് ഡോട്ട് ഇനിറ്റ് ആണോ കൊടുക്കേണ്ടത്? ഗിറ്റ് ഇനിറ്റോ? ഗിറ്റ് സ്പേസ് ഇനിറ്റ്. ഓക്കെ. അമ്മ കൊടുത്തേ, അവിടെ കമാൻഡ് കൊടുത്തേ. ഗിറ്റ് സ്പേസ് ഹൈഫൻ വേർഷൻ കൊടുത്തേ. ഹൈഫൻ വേർഷൻ. ഗിറ്റ് സ്പേസ് ഹൈഫൻ സ്പേസ് കൊടുത്തേടാ. ഗിറ്റ് സ്പേസ് ഹൈഫൻ വേർഷൻ. ഹൈഫൻ വേർഷൻ ആ എൻ്റർ അടിക്കുക. ഉം. ഉണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പൈച്ചാം ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തേ. ഡയാനയ്ക്ക് ഗിറ്റ് സ്പേസ് ഇനിറ്റ് കൊടുത്തപ്പോ എന്താ വന്നേ? ഡയാന പോയി, എന്തോ സംഭവിച്ചല്ലോ. ഒരു വട്ടം കൂടെ ഓപ്പൺ ചെയ്തേ പൈച്ചാം. എന്നിട്ട് റിൻറ്റു ഡയാന വേണ്ട മാം, എന്റെ ഇവിടെ ഉണ്ടെന്ന് പൈച്ചാമന്റെ പോയോ? ആ വന്നു. അല്ല അതിപ്പോ എവിടെ പോയി? പൈച്ചാമതി വന്നോണ്ടിരിക്കല്ലേ? അല്ല അവളുടെ ഐക്കണാ തപ്പുന്നത്. ഡെസ്ക്ടോപ്പിൽ ഒരു ഐക്കൺ ഉണ്ടായിരുന്നു അവളുടെ, അത് കാണുവാനില്ല. എവിടെ പോയി? അല്ലെങ്കിൽ അന്നേരം ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാ മതി, പ്രശ്നമില്ല. മാമിന്റെ ഹെൽപ്പ് വേണ്ടി വരും. ഓക്കേടാ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതെന്താണ് ഓപ്പൺ ചെയ്യാൻ താമസം? ഓക്കെ, ടെർമിനലിനകത്ത് ലോഡായി വന്നോ? ഇപ്പോഴും യെസ്. ടെർമിനലിൽ ഗിറ്റ് സ്പേസ് കാണാവോ ടൈപ്പ് മാം? ചെയ്ത് കൊടുത്തേ. കാണാം. ഗിറ്റ് സ്പേസ് ഇനിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തേ. സ്പേസ് ഇനിറ്റോ ആണോ മാം? ഇതാണോ? അതന്നെ, കറക്റ്റ് കൊടുത്തോ. ഓക്കെ, ഇനീഷ്യലൈസ്ഡ് വന്നു. ഇനി റിൻറ്റു ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാ. ഡയാന ഇതുപോലെ വന്നില്ലേ ശിഖയ്ക്കും ഇനീഷ്യലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട്? എന്റേതാ മാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ. അപ്പൊ ഓക്കെ, ഇപ്പൊ ശിഖയുടെ കാണാം. ശിഖയുടെ ഇനീഷ്യലൈസ്ഡ് ആണ് അല്ലേ? അതെ. ഓക്കെ, ഫൈൻ. ഇനി ഡയാന അജിത്ര. മാം അജിത്രയ്ക്ക് എന്തോ ലാപ്പ് ഓഫ് ആയിന്ന് പറഞ്ഞു. ആണോ? ഓക്കെ. അവൾ അത് ഓൺ ആക്കിയിട്ട് വരാന്ന് പറഞ്ഞു. ഓക്കേടാ, ഓക്കെ. ഡയാനയുടെയോ? ഇനീഷ്യലൈസ്ഡ് എന്ന് വന്നെന്ന് വിചാരിക്കുന്നേ. അടുത്ത സ്റ്റെപ്പ് കൊടുത്തേടാ. ഗിറ്റ് സ്പേസ് വന്നില്ലേ? ഒരു സെക്കൻഡ്. ആഡ് സ്പേസ് ഡോട്ട് എൻ്റർ. സ്പേസ് ആഡ് സ്പേസ് ഡോട്ടോ മാം? അതെന്താ മാം ഗിറ്റ് ആഡ് ഡോട്ട് എന്താ ആഡ് ഡോട്ട് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ചേഞ്ചസിനെ എല്ലാം ഗിറ്റിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന് മീൻ ചെയ്യാനാണ് ഗിറ്റ് ആഡ് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി ശിഖയ്ക്ക് വാർണിംഗ് വന്നു. ഒരു മിനിറ്റ് മാം, ജിറ്റ് സ്പേസ് ആഡ് സ്പേസ് ഡോട്ട് ആണോ? സ്പേസ് ഡോട്ട്.
എടുത്തോ. ഉം. പ്രത്യേകിച്ച് സംഭവിക്കില്ല, ജസ്റ്റ് അടുത്ത ലൈനിൽ വന്ന് നിൽക്കും. നിന്നോ. ഓക്കെ, കിട്ടണോ റിന്റു? എനിക്ക് വാർണിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. എന്താണോ? ഷെയർ ചെയ്തേ, രണ്ടുപേരും ഷെയർ ചെയ്യേ. ഡയാന ഇപ്പൊ റീജോയിൻ ആയി വരട്ടെ. ഞാന് മാറ്റണം അപ്പോ? അല്ല, ഷെയർ ചെയ്തോ, കുഴപ്പമില്ല. രണ്ടുപേരുടെ സ്ക്രീൻ കാണാമല്ലോ. റിന്റു ഷെയർ ചെയ്തു. ഓക്കെ. ഇതുണ്ടോ മാം? കാണാവോ? അത് കുഴപ്പമില്ല, വാണിംഗ് ഒന്നും കുഴപ്പമില്ല. ഉം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കൂ. ഉം. ഗിറ്റ് സ്പേസ് കമ്മിറ്റ്. ഗിറ്റ് സ്പേസ് കമ്മിറ്റ് 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 COMMIT. സോറി, COMMIT. ഇതെന്താണ് ഈ കേഴ്സർ ഇങ്ങനെയായിരിക്കുന്നത്? അതങ്ങനെ ഇരിക്കും, ടൈപ്പ് ചെയ്ത് പോയിക്കോ. ഗിറ്റ് സ്പേസ് കമ്മിറ്റ് സ്പേസ് -m കമ്മിറ്റ് സ്പേസ് -m. ഉം. ശിഖ ടൈപ്പ് ചെയ്ത് പോയിക്കോടാ. കമ്മിറ്റ് സ്പേസ് -m സ്പേസ് ഡബിൾ കോട്ട്സിൽ ഫസ്റ്റ് കമ്മിറ്റ് എന്ന് കൊടുത്തോളൂ. ഓക്കെ, നെക്സ്റ്റ് എൻ്റർ അടിക്കൂ. ഓക്കെ, ശിഖയുടെ കറക്റ്റ് ആയി. റിൻറ്റുവിൻ്റെ വന്നിട്ട് റിൻറ്റുവിൻ്റെ ടൈപ്പ് ചെയ്യാം കേട്ടോ. ഗിറ്റ് കോൺഫിഗ് ഗിറ്റ് കോൺഫിഗ് കോൺഫിഗ് ഗിറ്റ് അതിന് സ്പേസ് -global കോൺഫിഗ് അതിന് സ്പേസ് ഉണ്ടോ മാം? സ്പേസ് ഉണ്ട്, യെസ്. global user.email സ്പേസ് user.email സ്പേസ് റിന്റു GitHub ക്രിയേറ്റ് ചെയ്തപ്പോ കൊടുത്ത സെയിം മെയിൽ ഐഡി ഇവിടെ കൊടുത്തേ. മെയിൽ ഐ ഡി എങ്ങനെ ഇതല്ലേ? യൂസർ നെയിം അല്ലേ? ജിമെയിൽ ഏതാ കൊടുത്തേ അതിന് അന്നേരം? ഇത് ഓക്കെ, അതോടെ gmail.com തന്നെ കൊടുത്തേ. sunny@gmail.com. ഓക്കെ, എൻ്റർ അടിക്കും. നെക്സ്റ്റ് കൊടുക്കുക ഗിറ്റ് കോൺഫിഗ് user.name. ഞാൻ ചെയ്യണ്ടല്ലോ അല്ലേ മാം? വേണ്ട, -global. ശിഖ ചെയ്യണ്ട. -global കഴിഞ്ഞിട്ട് user.name കേട്ടോ. ഞാനാണോ? റിന്റു global പിന്നെ റിമൂവ് ചെയ്യൂ. എന്തോ user.name റിമൂവ് ചെയ്യൂ. ഗിറ്റ് കോൺഫിഗ് -global global user.name സ്പേസ് യൂസർ നെയിം, ഗിറ്റിന്റെ യൂസർ നെയിം. അതെടുക്കാൻ എന്തെങ്കിലും കോപ്പി ചെയ്തോ, അവിടുന്ന് കോപ്പി ആവുമല്ലോ. ക്ലിക്ക് ചെയ്താൽ മതി, കോപ്പി എടുത്താൽ മതി. അതാ മുകളിൽ പേര് റൈറ്റ് ക്ലിക്ക് ചെയ്തേ. അതാ മുകളിൽ നിന്ന് എടുത്തോടാ, പേര് മേലിന്ന് കോപ്പി എടുത്തേ. ഇതല്ലേ ഇതല്ലേ? ഓക്കെ,
ആൻഡ് റെഡി. ഉം. ഇനി ഒരു വട്ടം കൂടെ കമ്മിറ്റ് കൊടുത്തേ. ഞാൻ അങ്ങനെയായിരുന്നു ജിറ്റ് അപ്പേരെ പ്രസ് ചെയ്. അപ്പേരോ ഒരു വട്ടം കൂടെ അപ്പേരോ. അത് മതിയോ? മതി മതി. എൻ്റർ അടിച്ചു. ക്രിയേറ്റ് മോഡ് വന്നു. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് രണ്ടുപേരും ചെയ്യാം കേട്ടോ. ഗിറ്റ് സ്പേസ് ബ്രാഞ്ച് ഞാൻ എടുക്കുന്നില്ല. Okay. സെർച്ച് ചെയ്ത് എൻ്റർ അടിച്ചേനി. മാസ്റ്റർ. ഓക്കെ. ഇവിടെ ഇനി ഞാൻ പറയുന്ന സ്റ്റെപ്പ് രണ്ടുപേരും ചെയ്യാം കേട്ടോ. git space remote space add space origin space നമ്മളുടെ ഗിറ്റിന്റെ URL ഇല്ലേ, റെപ്പോസിറ്ററിന്റെ URL, റെപ്പോസിറ്ററിന്റെ URL ഇവിടെ പ്ലേസ് ചെയ്തേ. ബേസിക് പൈത്തണിലേക്ക് പോയിക്കേ. അതെ, ബേസിക് പൈത്തൺ അത് അവിടെ കിടക്കുന്ന. അയ്യോ എവിടെയാണോ ബേസിക് പൈത്തൺ അത് ഓപ്പൺ ചെയ്യടാ. അതന്നെ. അതിന്റെ കോഡ് എടുത്ത് ആ പച്ച കളറിലെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ നിന്നാലും മതി. അവിടെ ക്ലിക്ക് ചെയ്യേ. അതാ ആ ലിങ്ക് അങ്ങ് കോപ്പി എടുത്തിടുന്ന ആ ഗ്രീൻ കളർ കോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തടാ. ക്രിയേറ്റ് ജസ്റ്റ് കോപ്പി എടുക്കുക, നേരെ പൈച്ചാമിൽ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ്. Okay. ഓക്കെ. ഇനി git space remote space -v git space remote space -v v small letter v and ready. ഓക്കെ. ഇതുവരെ രണ്ടുപേർക്കും ഓക്കെയാണ്. ഇനി ഞാൻ പറയുന്ന സ്റ്റെപ്പ് ശിഖ മാത്രം ചെയ്യാട്ടോ. git space branch space -m space master space main Space mail. main main. ഓക്കെ. ഇനി git ബ്രാഞ്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. മെയിൻ വന്നു. ഓക്കെ, ചെക്ക്. ഇനി ഞാൻ പറയുന്ന കമാൻഡ് രണ്ടുപേരും കൊടുക്കുക കേട്ടോ. റിൻറ്റും അതുപോലെ തന്നെ ശിഖയും. git space push space -u space origin -u കഴിഞ്ഞ പിന്നെ space origin space main ഓക്കെ. എൻ്റർ അടിച്ചോളൂ. യൂസർ നെയിം ചോദിക്കുന്നുണ്ടല്ലേ ശിഖയ്ക്ക്. യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തേ. അയ്യോ എനിക്ക് പ്രത്യേകിച്ചൊന്നും വന്നില്ലമ്മ. ഓക്കെ, കുഴപ്പമില്ല. അതാ ഇവിടെ സൈൻ ഇൻ വിത്ത് യുവർ ബ്രൗസർ ചോദിക്കുന്നുണ്ട്. ചോദിക്കാലോ. യൂസർ നെയിം
അവിടെ ലോഗിൻ ചെയ്യൂ. ഇതല്ലായിരുന്നോ മാം? അതന്നെ CMYK. എവിടുന്നായിരുന്നു യൂസർ നെയിം? ഇപ്പൊ അതന്നെ അത് കോപ്പി എടുത്തോ. പ്രൊഫൈൽ. അവിടെ ചെയ്യാൻ പറ്റില്ല. ആ മാം ഇതിനകത്ത് എന്റെ യൂസർ നെയിം എന്ന് പറയുന്നത് ശിഖായസ് തമ്പി CMYK അല്ലേ? CMYK അതെ CMYK അതന്നെ. ഇന്നാരെ ഞാൻ പൈച്ചാമി വന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ ഇതാണ് മാം. ആ ഇനി പാസ്വേഡ് അടിച്ചോ. അതായത് പാസ്വേഡ് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പാസ്വേഡ് എടുക്കാൻ പറ്റത്തില്ലെന്നാ? എന്നാണോ ഇവിടെ മാം പാസ്വേഡ് ഇമെയിൽ വഴി വേറെ എടുക്കാൻ പറ്റില്ല. വേറെ അക്കൗണ്ട് എടുക്കല്ലടാ. എന്തോ? വേറെ അക്കൗണ്ട് എടുക്കണ്ട. അല്ല ജിമെയിൽ വഴി ചെയ്യാൻ പറഞ്ഞു. ആ ഓക്കെ ജിമെയിൽ വഴി. എന്നാ മറ്റേ സൈൻ ഇൻ വിത്ത് എടുത്താ മതി. ഓക്കെ എടാ 1 സെക്കൻഡ്, നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാമോടാ? ഇനി എനിക്ക് ഓക്കെ ഡെമോ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാമോ അത്? ഓക്കെ. ഓക്കേടാ. ഓക്കെ നിങ്ങൾ ലീവ് ചെയ്യോടാ. നമുക്ക് നാളെ നോക്കാം ഇത് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കേടാ ശരി. ഡയാന സുബിറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞ് മീറ്റ് ചെയ്യാവേടാ. ഡയാന സുബിറ്റി കുറച്ച് കഴിഞ്ഞ് മീറ്റ് ചെയ്യാവേ.